എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ജയൻ രവി നായകനായി എത്തിയ ബ്രദർ എന്ന തമിഴ് സിനിമയുടേതാണ്. ബോക്സ് ഓഫീസിൽ ആവറേജ് കളക്ഷൻ നേടിയൊരു സിനിമ കൂടിയാണ് ബ്രദർ. ഇപ്പോൾ ഈ സിനിമ നാളെ C5 OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുകയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഒരു ഹിന്ദി സിനിമയുടേതാണ്. തമന്ന നായിക വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് സിക്കന്ദർ ക മുക്കന്ദർ. ഇപ്പോൾ ഈ സിനിമ നാളെ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുകയാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് രാഹുൽ മാധവ് നായകനായി എത്തിയ പാളയം ബീച്ച് എന്ന മലയാളം സിനിമയുടേതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ്. ഈ സിനിമ നാളെ സൈനാപ്ലേ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുകയാണ്. നാലാമത്തെ അപ്ഡേറ്റ് ബ്ലഡി ബ്രദർ എന്ന തമിഴ് സിനിമയുടേതാണ്. കെവിൻ പ്രധാന കഥാപാത്രമായി തിയേറ്ററുകളിലെത്തിയ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമ നാളെ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുകയാണ്. അഞ്ചാമത്തെ അപ്ഡേറ്റ് പ്രേക്ഷകർ കാത്തിരുന്ന അമരൻ എന്ന തമിഴ് സിനിമയുടേതാണ്. ശിവകാർത്തികേയൻ, സായി പല്ലവി എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഒരു റിയൽ സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. 300 കോടിയിലേറെ കളക്ഷൻ നേടിയ ഈ ചിത്രം ഡിസംബർ 11 നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ചെയ്യുന്നതാണ്. ആറാമത്തെ അപ്ഡേറ്റ് കനകരാജ്യം എന്ന സിനിമയുടേതാണ്. ഇന്ദ്രൻസ്, മുരളി ഗോപി എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തിയ ഈ സിനിമ ഡിസംബർ മാസം 2ാമത്തെ ആഴ്ച മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് പണി എന്ന സിനിമയുടേതാണ്. ജോജു ജോർജ് സംവിധാനം ചെയ്ത് അഭിനയിച്ച ഈ സിനിമ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.